ഹായ് ഫ്രണ്ട്സ്, വൈടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ പ്ലാറ്റിന BS4ൻ്റെ എൻജിൻ ഓയിലും പിന്നെ ഓയിൽ ഫിൽറ്ററും എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ്. അത് നമ്മൾ വീഡിയോയിൽ നോക്കാം. അതുകൊണ്ട് ഫസ്റ്റ് ടൈം നമ്മൾ ഈ ഒരു ഓയിൽ ഡ്രെയിനേജിൻ്റെ ബോൾട്ട് നമ്മൾ ലൂസാക്കി എടുക്കണം. അതിന് 19 റിങ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലൂസാക്കുന്നത്. നമ്മൾ ഷോപ്പിൽ 19 റിങ്ങാണ് നമ്മൾ പിന്നെ ഈ ഒരു ബോൾട്ട് ലൂസാക്കാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ബോക്സ് ആയാലോ ബോക്സും റാഡും വെച്ച് വേണേൽ അയക്കുക, അല്ലെങ്കിൽ റിങ് ഉപയോഗിച്ചാണെങ്കിൽ റിങ് ഉപയോഗിച്ച് അയക്കുക. പിന്നെ ഡബിൾ എൻഡ് ഒന്നും വെച്ച് അയക്കിയത് സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. റിങ്ങോ പിന്നെ അല്ലെങ്കിൽ ബോക്സ് റാഡോ വെച്ച് അയക്കുക. നമ്മൾ റിങ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഒരു ബോൾട്ട് കണ്ടില്ലേ, ഒരു ബോൾട്ട് നമ്മൾ 19 റിങ് അതിൽ വെച്ചിട്ട് നേരെ താഴോട്ടായിട്ട് അയക്കേണ്ടി, നേരെ താഴോട്ട് ഇങ്ങനെ തട്ടി അയച്ചാൽ സിമ്പിളായിട്ട് പെട്ടെന്ന് ഊരാൻ കിട്ടും. അത് ലൂസാക്കിയിട്ട് ത്രെഡ് ഡബിൾ എൻഡ് ഒക്കെ വെച്ച് അയച്ചാൽ സ്ലിപ്പ് ആവാനൊക്കെ സാധ്യത ഉണ്ടാവും. കൊണ്ടാണ് ഡബിൾ എൻഡ് വെച്ച് അയക്കിയതെന്ന് പറയുന്നത്. റിങ് എന്ന ഉപയോഗിച്ച് അയക്കണം. എന്നിട്ട് നമ്മൾ തിരിച്ചുമല്ല ഫസ്റ്റ് ലൂസാക്കിയ ശേഷം പിന്നെ അങ്ങനെ കുറച്ച് തിരിച്ചു കൊടുത്താൽ നമ്മൾ കൈകൊണ്ട് തിരിച്ച് ലൂസാക്കി എടുക്കാം. കണ്ടോ, അത് ഫുള്ള് കുറച്ച് നമ്മൾ സ്പീഡാക്കിയില്ല, കുറച്ച് നല്ലോണം കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഇതാക്കി ഒരു അടിച്ച് ഇതാക്കിയില്ല. അതുകൊണ്ട് നമ്മൾ ആ ബോൾട്ട് ഊരി കിട്ടി കണ്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ഓയിലിൻ്റെ ഡ്രെയിനേജിൻ്റെ ബോൾട്ടിൻ്റെ നേരെ ഉള്ളിൽ ചെറിയൊരു ഫിൽറ്റർ വേറെ ഉണ്ടാവും. ആ ഒരു ഫിൽറ്ററും നമ്മൾ അയച്ച് നമ്മൾ പുറത്തേക്ക് എടുക്കണം. അത് കുറച്ച് ടൈറ്റ് ഉണ്ടാവും. നമ്മൾ പ്ലെയർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. കണ്ടോ, ഫസ്റ്റ് കിട്ടില്ല, അതുകൊണ്ട് നല്ല പിടിച്ചിട്ട് കണ്ടോ, അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ പുറത്തേക്ക് ഊരിയെടുക്കാം. കണ്ടോ, ഇത് ഒരു ഓയിൽ ഫിൽറ്റർ എന്നാണ്. ഇത് നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യണം തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ഈ ഓയിൽ കംപ്ലീറ്റ് കണ്ടില്ലേ 4000 കിലോമീറ്റർ ഓടി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ 2000-2500 എന്ന മാറ്റാൻ ശ്രമിക്കുക. എഞ്ചിൻ ഓയിൽ എന്ന് വെച്ചാൽ വേറെ എന്ത് മാറ്റിയില്ലെങ്കിലും എഞ്ചിൻ ഓയിൽ കറക്റ്റ് കിലോമീറ്ററിൽ എന്ന മാറ്റാൻ ശ്രദ്ധിക്കുക. എന്നതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിക്കുന്ന ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഊരി വെക്കുക, ഓയിൽ ഫുള്ളായിട്ട് ഒഴിഞ്ഞു പോകാൻ. എന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഓയിൽ ഫിൽറ്ററിൻ്റെ സൈഡിൽ നമ്മൾ ക്ലച്ച് കവറിൻ്റെ എടുത്ത് വരുന്ന പിന്നെ ഈ ഒരു ബോൾട്ട് 3 ലൂസാക്കി എടുക്കുക. 8ൻ്റെ T ഉപയോഗിച്ചിട്ട് ലൂസാക്കിയാൽ മതി. ഈ ഒരു 3 ബോൾട്ടാണ് നമ്മൾ ഓയിൽ ഫിൽറ്ററിൻ്റെ ബോൾട്ട് വരുന്നത്. അത് നമ്മൾ ഒരു T ഉപയോഗിച്ചിട്ടെന്ന് പറഞ്ഞോ, അല്ലാതെ ഡബിൾ എൻഡ് ഒക്കെ ഉപയോഗിച്ചാൽ സ്ലിപ്പായി പോകാൻ ശ്രദ്ധിക്കണം. അത് നമ്മൾ ഊരി എടുത്തിട്ട് വേണം നമ്മൾ പുതിയ ഫിൽറ്റർ നോക്കാൻ. അതുകൊണ്ട് പിന്നെ ഈ ഓയിൽ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഫിൽറ്റർ എന്തായാലും നിർബന്ധമായി മാറ്റി കൊടുക്കുക. പുതിയ വണ്ടി ആയാലും ഏത് വണ്ടി ആയാലും മസ്റ്റായിട്ട് നമ്മൾ ഓയിൽ ചേഞ്ചിങ്ങും ഓയിലുമാണ് കറക്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, കറക്റ്റ് കിലോമീറ്ററിലും നോക്കാൻ. കണ്ടോ, ഇത് കംപ്ലീറ്റ് ഓയിൽ ഫിൽറ്റർ കണ്ടോ കരട് പിടിച്ച് ബ്ലോക്കായി ചെറുങ്ങനെ ബ്ലോക്കൊക്കെ ഉണ്ടാക്കണം. എന്തായാലും നമ്മൾ ഓയിൽ മാറ്റുമ്പോൾ പുതിയ ഉണ്ടാകാൻ നോക്കുന്നതിന് ശേഷം നമുക്ക് ആ ഒരു സൈഡൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ നന്നാക്കി ഒരു വേസ്റ്റ് തുണിയോ പെട്രോളൊക്കെ ഉപയോഗിച്ച് നല്ല പിന്നെ തുടച്ച് ക്ലീനാക്കുക പുതിയ ഫിൽറ്റർ ഇടാൻ നേരത്തേക്ക്. അതുകൊണ്ട് പിന്നെ ഈ ഒരു മെത്തേഡ് എന്നാണ് നമ്മൾ 160 ഡിസ്കവർ പിന്നെ 150 ഡിസ്കവർ പുതിയ മോഡൽ C300 ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഓയിൽ മാറ്റുന്നത്. ഇവിടെ നമ്മൾ ഓയിൽ പിന്നെ ഫുള്ളായിട്ട് അതിൽ ഒഴിവാകാൻ വേണ്ടി 2 സൈഡിലേക്ക് വണ്ടി ഒന്ന് ചെരിച്ചിട്ട് പിടിച്ചാൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഓയിൽ ബോൾട്ടിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ച് പിടിച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് ഓയിൽ ഒഴിവായി കിട്ടും. അതിന് ശേഷം നമ്മൾ ഈ പെട്രോളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഫിൽറ്ററൊന്ന് നമ്മൾ എയർ അടിച്ചിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അതുപോലെ നേരില്ലെങ്കിൽ നല്ലോണം ഒരു ബ്രഷ് ഉപയോഗിച്ച് കഴുകിയിട്ട് പിന്നെ തുടച്ചു കൊടുക്കുക. എന്നിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അയച്ച പോലെ തന്നെ ഫിറ്റ് ചെയ്യേണ്ട ഇത് കണ്ടില്ലേ, അവർ പിടിച്ച് നമ്മൾ ആദ്യം പിടിച്ചില്ല എയർ ഗ്യാപ്പ്. അതുപോലെ തന്നെ അയക്കുമ്പോൾ ജസ്റ്റ് നോക്കിയൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്യൽ. എന്നുവെച്ചാൽ ഫിൽറ്റർ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് അതിൽ വെച്ചിട്ട് പിന്നെ അതിൻ്റെ ബോൾട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ അയച്ച പോലെ തന്നെ കൈയോണം ഫസ്റ്റ് തിരിച്ചിട്ട് ഒരു റെഡി ത്രെഡൊക്കെ നോക്കണം, കറക്റ്റായി ത്രെഡ് കയറിയില്ലെങ്കിൽ സ്ലിപ്പാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് അതുപോലെ തന്നെ കൈയോണം ഇങ്ങനെ തിരിച്ച് ടൈറ്റാക്കുക. എന്നിട്ട് ലാസ്റ്റ് എത്തിയിട്ട് മാത്രം നമ്മൾ റിങ് ഉപയോഗിച്ചിട്ട് ടൈറ്റായി കൊടുത്താൽ മതി. അപ്പോൾ ഈ ടൈറ്റ് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഓവർ ടൈറ്റാക്കി പോയാൽ ആ ഒരു ഓയിലിൻ്റെ ബോൾട്ടിൻ്റെ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. കണ്ടോ, റിങ് ഉപയോഗിച്ചിട്ട് ഒരു മീഡിയം ടൈറ്റാക്കി പിടിക്കുക, ഓവർ ടൈറ്റ് ആക്കേണ്ട മീഡിയം ടൈറ്റാക്കി പിടിക്കുക. അതിന് ശേഷം നമ്മൾ ഫിൽറ്റർ അപ്ലൈ ചെയ്യാണ്. നമ്മൾ കമ്പനി ഫിൽറ്റർ എന്നാണ് വാങ്ങിയ ബജാജിൻ്റെ 51 രൂപയാണ് ഫിൽറ്ററിന്. ഇവിടെ കമ്പനി വാങ്ങി എന്നിട്ടാണ് ശ്രദ്ധിക്കുക. പിന്നെ വെച്ചാൽ നമ്മൾ അയച്ച് കണ്ടോ ഒരു ഫിൽറ്റർ ഊരി അതിൻ്റെ പാക്കറ്റിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഓയിൽ ഇറക്കണം. അതിൽ പുതിയ ഫിൽറ്റർ ആയതുകൊണ്ട് കുറച്ച് ഓയിൽ. പിന്നെ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു ഓറിങ് കണ്ടില്ലേ, ആ റൗണ്ട് ഓറിങ് ഉള്ളോട്ടായിട്ട് വരിക, സ്പ്രിങ് പുറത്തേക്കായിട്ട് വരിക, ശ്രദ്ധിക്കുക. തിരിച്ച് ഫിറ്റ് ചെയ്താൽ ഓയിൽ പമ്പിങ് ഉണ്ടാവില്ല കേട്ടോ, ശ്രദ്ധിക്കണം. അങ്ങനെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കാണിച്ച പോലെ ഉണ്ടോ ഒരു ഹോൾസിൽ ആ ഓറിങ് കയറ്റി വെച്ചിട്ട് അതുപോലെ തന്നെ ഉണ്ടോ ആ റൗണ്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി ഫിറ്റ് ചെയ്യാം. നമ്മൾ ഓയിൽ ഇറക്കിയിട്ടാണ് ഓയിൽ പമ്പിങ് നമ്മളിങ്ങനെ ഇറക്കിയിട്ട് കണ്ടോ ഓയിൽ മുക്കിയിട്ടാണ് നമ്മളൊരു പമ്പ് അല്ല ഓയിൽ ഫിൽറ്റർ അതിൽ ഇറക്കുന്നത്. അതിന് ശേഷം കുറച്ച് ഓയിൽ അങ്ങോട്ട് പോയിക്കോട്ടെ. എന്നിട്ട് നമ്മൾ അതിന് ഫിറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ ക്യാപ്പാണ് ഇടേണ്ടത് ഫിൽറ്ററിൻ്റെ. കുറച്ച് ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അയച്ചൊരു ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ ഒരു ഓറിങ് ഉണ്ടോ, ആ ഒരു ഓറിങ്ങും
കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണം കേട്ടോ. ഓറിങ് പറ്റ പോയിക്കുന്ന ഓറിങ് വാങ്ങാൻ കിട്ടും. ഈ ഫിൽറ്ററിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞാൽ മതി, സ്പെയർ പീഡിൽ നിന്ന് കിട്ടും. അതുകൂടെ ഓറിങ് നല്ലുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ബോണ്ട് തെച്ചിക്കുന്നത് ആ ബോണ്ട്. ഇതിന് ശേഷം നമ്മളിത് ഫിറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട ഒരു മാർക്ക് ഉണ്ടാവും. ആ മാർക്ക് കറക്റ്റ് ആക്കണം, അല്ലെങ്കിൽ ആ ഒരു ലെവലിങ്ങിൽ ബോൾട്ട് കയറില്ല. അവിടെ ഒരു മാർക്കും ഉണ്ടാവും. ഈ ടോപ്പുമ്മൽ ഒരു വര ഉണ്ടാവും, കൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടാവും. ആ വര അങ്ങനെ സൈഡോട്ടാക്കി ഫിറ്റ് ചെയ്യണം. അന്ന് അയക്കുമ്പോൾ ജസ്റ്റ് നോക്കി വെക്കുക. നിങ്ങൾ ആദ്യമായിട്ട് അയക്കുകയാണെങ്കിൽ കേട്ടോ, ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു 3 ബോൾട്ട് ഫസ്റ്റ് ഇട്ട് പിടിച്ചിട്ട് ടൈറ്റായി കൊടുക്കുക. നല്ല 8-ൻ്റെ ട്യൂബ് വെച്ചിട്ട്. പിന്നെ നിങ്ങൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം അങ്ങനത്തെ ഉണ്ട് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ആ 2-3 ബോൾട്ട് 8-ൻ്റെ ട്യൂബ് വെച്ചിട്ട് ടൈറ്റായി കൊടുക്കുക. പിന്നെ നല്ലപോലെ ടൈറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ അടുത്താണ് ഓയിൽ ഒഴിക്കുന്നത്. പിന്നെ ട്യൂബ് വെച്ച് എന്നാൽ ടൈറ്റാക്കാൻ നോക്കുക. ഡബിൾ എൻഡ് ഒന്ന് എടുത്ത് ടൈറ്റാക്കാൻ ലൂസാക്കാൻ നിൽക്കിയത്, അങ്ങനെ ആകുമ്പോൾ സ്ലിപ്പായി പോകും. പുതിയ വണ്ടിയാണ്. പിന്നെ ഓയിൽ ചേഞ്ചൊക്കെ കറക്റ്റ് കിലോമീറ്ററിൽ നിന്ന് മാറ്റാൻ ശ്രദ്ധിക്കുക. വേറെ എന്ത് പണി വന്നാലും ഇതൊക്കെ കാര്യം നല്ല ശ്രദ്ധിക്കുക. ഞാൻ കാണിച്ചു തന്നില്ല, ആ ഒരു മാർക്ക് അവിടെ വരിക, അതിന് ലെവലാക്കി വെച്ച് ടൈറ്റാക്കിയാൽ മതി. വേറെ നോക്കാനൊന്നുമില്ല. അതിന് ശേഷം നമ്മൾ പിന്നെ ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിക്കാൻ വേണ്ടി നമ്മൾ ഇതിൽ പിന്നെ ആ ഒരു ഓയിലിൻ്റെ ലെവലിങ്ങിൻ്റെ ഒരു ഇതായിട്ട് മാർക്കാണ്. ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോൾ ഉണ്ടാവുക. മിനിമം അതിൻ്റെ താഴത്തെ വര വേണം. അതുകൊണ്ട് നമ്മൾ മോട്ടറോളിൻ്റെ ഓയിലാണ് എടുത്ത്. പിന്നെ 2040, പിന്നെ 1 ലിറ്ററാണ്. ഇതിൻ്റെ വില എന്ന് വെച്ചാൽ 360 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒഴിക്കുന്നെങ്കിൽ നല്ല ഓയിൽ ഒന്ന് ഒഴിക്കാൻ നോക്കുക. നിങ്ങൾ ഈ ലൂസ് ഓയിലും അങ്ങനത്തെ ഒന്ന് വാങ്ങി ഒഴിക്കിയത്. അതുകൊണ്ട് 2000-2500 കിലോമീറ്ററിൽ നിന്ന് മാറ്റാൻ ശ്രദ്ധിക്കുക. എന്നാൽ എപ്പോഴും വണ്ടിക്ക് അതേ ഫ്രീക്വൻസും പിന്നെ സൗണ്ടും ഒന്നും മാറില്ല. പ്രത്യേകിച്ച് ഈ ഒരു വണ്ടി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ കിലോമീറ്ററിൽ മാറ്റാണ്ട്, എന്നാൽ 4000-5000 മാറ്റിയാൽ ഇതിൻ്റെ ടൈമിങ്ങിനൊക്കെ പെട്ടെന്ന് പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതൊന്നും വരാണ്ടക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് 2500 കിലോമീറ്ററിലൊക്കെ മാറ്റാൻ ശ്രദ്ധിക്കുക. എന്നാൽ അതുപോലെ തന്നെ ഉണ്ടാവും, വണ്ടീൻ്റെ സൗണ്ടും നോയ്സും ഒന്നും വരില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഫുൾ ഓയിൽ ഒഴിച്ചാണ്. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ഇതതിനകത്ത് റോഡിലെ പുതിയ വണ്ടിയാണ്. അതുകൊണ്ട് ഒരുവിധം വണ്ടിയിൽ ഇങ്ങനത്തെ ഇതെന്നാണ് വരിക. നമ്മൾ ഡിസ്കവർ CT100 പുതിയ മോഡൽ ഒക്കെ ഈ ഒരു ഇതെന്ന മെത്തേഡാണ് നമ്മൾ ഓയിൽ ഫിൽറ്റർ ഓയിൽ ഇതൊക്കെ മാറ്റുക. അതുകൊണ്ട് ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത് ക്യാപ്പിട്ട് പ്ലെയർ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റായി കൊടുക്കാം. എത്ര പണിയില്ലോ. അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.